നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മാഡം പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ മാഡം ഇത് ചെയ്തത് ഞാനാണെന്ന് ആരും അറിയല്ലേ? അത് നീ ശ്രദ്ധിച്ചോണം. ഇവിടെ സംഭവിച്ചത് ഇതോടെ മറന്നേക്കണം. നിങ്ങൾക്ക് പോവാം. പറഞ്ഞ പണം ഞാൻ എത്തിച്ചോളാം. ഓക്കെ മാഡം, ശരി. അപ്പോ ഇന്നത്തെ കൊണ്ട് ഗംഗ എന്ന പൊതുശത്രു അവസാനിക്കും. അതെ അതെ, ഓർക്കുമ്പോ തന്നെ മനസ്സിനൊരു കുളിര്. എന്നെ ഉപേക്ഷിച്ച് ഗംഗയെ സ്വീകരിച്ചതോടെ മഹിയേട്ടന്റെയും ഗംഗയുടെയും കഷ്ടകാലം തുടങ്ങി. ഇനി രണ്ടിനും പരലോകത്ത് ശാന്തി മുഹൂർത്തം ആഘോഷിക്കാം. കാണുന്നില്ലല്ലോ. ഇവരെന്താ ഇതുവരെ വരാത്തത്? ധൃതി പിടിക്കാതെ നാത്തൂനെ, അവർക്ക് അകത്തു പൂജയൊക്കെ ഉണ്ടല്ലോ. ശരിയാ, അവരുടെ അവസാനത്തെ പൂജകൾ ഭംഗിയായി നടക്കട്ടെ. എന്നാലും അവരൊന്ന് വന്ന് കാറിൽ കയറുന്നതുവരെ ഒരു ടെൻഷൻ. ഒരു ടെൻഷനും വേണ്ട. ഇന്ന് ഗംഗയുടെയും മഹിയേട്ടന്റെയും ആ കുട്ടിപ്പിശാശിന്റെയും അവസാന യാത്രയായിരിക്കും. നടക്കില്ല ശ്രേയെ. എന്റെ മോളുടെയും മഹിയേട്ടന്റെയും ഗംഗയുടെയും ശരീരത്ത് ഒരു നുള്ളു മണ്ണ് വീഴാൻ ഞാൻ അനുവദിക്കില്ല. മഹിയേട്ടന്റെ കാറിന്റെ ബ്രേക്ക് മുറുക്കിക്കഴിഞ്ഞു. അതുമാത്രം പോരല്ലോ, എന്റെ മഹിയേട്ടനെയും മോളെയും ഉപദ്രവിക്കാൻ നോക്കിയ നിനക്കൊക്കെ ഒരു പണി ഞാൻ ഇപ്പൊ തരാം. മഹിയേട്ടന്റെ കാറിന്റെ ബ്രേക്കല്ലേ നീയൊക്കെ കളഞ്ഞത്? അതേ ആയുധം തന്നെ നിനക്കും ഇരിക്കട്ടെ. അതെ, കല്യാണം കഴിഞ്ഞില്ലേ, പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? നമുക്ക് പോണ്ടേ? പോവാം മാളു, കുറച്ചു നേരം കൂടി ഇരിക്കട്ടെ, അല്ല ഇങ്ങ? അതെ, അത് മാളൂന് മനസ്സിലാവാത്തോണ്ടാ. മനസ്സ് ശാന്തമായിട്ട് ഈ ഇരിക്കുന്നതിനൊരു സുഖം. ഒരു ഭാരങ്ങളും ഇല്ലാതെ മനസ്സില് 1000 സന്തോഷത്തോടെ മഹേട്ടനോടൊപ്പം ഇങ്ങനെ ഇരിക്കുന്നത് ആദ്യമായിട്ടാ. ആദ്യമായിട്ടോ? ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പ് ഇങ്ങനെ ഇരുന്നിട്ടുള്ളത് കുട്ടിക്കാലത്താ. നിങ്ങളുടെ കുട്ടിക്കാലത്തോ? അതെ, അന്നൊക്കെ എന്ത് രസായിരുന്നു എന്നറിയോ മാളു? എന്ത് രസം? ഇന്നത്തെ പോലെ കുട്ടികൾക്ക് കളിക്കാൻ മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നു അന്ന്. അന്നൊക്കെ കുട്ടികളെല്ലാരും ഒരുമിച്ച് കൂടിയാ കളിക്കുന്നതൊക്കെ. എന്തൊക്കെ കളികള്? സാറ്റ് കളി, കിളിത്തട്ട്, കുട്ടിയും അങ്ങനെ കൊറേ ഉണ്ട്. ഗംഗയച്ഛനും ഒരുമിച്ചാണോ കൂട്ടുകാരുടെ അടുത്ത് പോകുന്നത്? എനിക്ക് കൂട്ടായിട്ട് ആകെ ഉണ്ടായിരുന്നത് മഹിയേട്ടനായിരുന്നു. എന്റെ കുട്ടിക്കാലം മുഴുവൻ മഹിയേട്ടനോടൊപ്പമായിരുന്നു. നമുക്കിപ്പോ വേണ്ടത് ക്ഷമയാ. അതിന്റെ ഫലം ഇരട്ടി മധുരമായിരിക്കും, അതുറപ്പാ. അതെ, ഇരട്ടി മധുരം തന്നെ ആയിരിക്കും. അത് പക്ഷേ നിങ്ങൾക്കല്ല ശ്രേയെ, എനിക്കാ. മഹേട്ടന് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത് നമ്മൾ മാലയിട്ടത്?
ഉണ്ട്. ഞാൻ അന്ന് കരുതിയിരുന്നത് അന്ന് ശരിക്കും നമ്മുടെ കല്യാണം കഴിഞ്ഞു എന്ന്. അന്ന് രാത്രി എനിക്ക് ശരിക്കും വിഷമായി. മഹേട്ടനെ കാണാൻ പറ്റാതെ അന്ന് മുഴുവനും ഞാൻ കരഞ്ഞു. പിറ്റേന്ന് രാവിലെ മഹേട്ടനെ കണ്ടപ്പോഴാ എനിക്ക് സമാധാനായത്. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. മതി മതി, എനിക്ക് വിശക്കുന്നു. രണ്ടാളും ഒന്ന് വന്നേ. ബാക്കി കഥ നമുക്ക് വണ്ടി ഇരുന്ന് പറയാം. വാ. പാകങ്ങ നിന്റെയൊക്കെ കാറ് നിയന്ത്രണം വിട്ട് ഇടിച്ച് തകരുന്നത് എനിക്ക് നേരിട്ട് കാണണം. ഇവളെന്താ ഒന്നും പറയാതെ പോകുന്നത്? കുറെ കാലം മനസ്സിൽ ആഗ്രഹിച്ചല്ലേ മഹി, ചെറിയൊരു വിഷമെങ്കിലും മനസ്സിൽ കാണും. നിങ്ങളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വന്ന് വണ്ടിയിൽ കയറ്. ആ ഗംഗയുടെ അവസാനത്തെ പെടച്ചില് നേരിട്ടൊന്ന് കാണണ്ടേ? ആ അതാണോ? അത് വേണം വേണം. എന്നാ വാ. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.